ഒരു സാധാരണ നമ്മളിപ്പോ എവിടെ നിർത്തിയിട്ട് ഓർമ്മയില്ല അല്ലേ? എന്നാ പിന്നെ നമുക്ക് ഒന്നേന്ന് തുടങ്ങാം. ഞെട്ടിക്കുന്ന ഒരു കൊലപാതകത്തിന്റെ വിശദാംശങ്ങളിലേക്കാണ്. അതൊക്കെ കുറെ കേട്ടിട്ടുണ്ട്. തമ്പാനൂർ ഹോട്ടലിൽ റിസപ്ഷനിസ്റ്റിന് അറിയില്ല, നാക്ക് മുടിക്കില്ല, അങ്ങോട്ട് മാറിയുന്നേ. അപ്പൊ നെക്സ്റ്റ് പേഷ്യന്റ്, സോറി, അടുത്താളുവാ. ചെറുകിട ഇടത്തരം സംരംഭങ്ങൾ ഇതെന്താ നാക്കേറി ചുറ്റാണ്. ചെറുകിട ഇടത്തരം സംരംഭങ്ങൾ ഒന്നുകൂടി പറഞ്ഞേ, ഒന്ന് വിശദമായിട്ട് പറഞ്ഞു കൊടുത്തേ. സംരംഭങ്ങൾ ക്ഷമിക്കണം. എന്താ ഈ പുല്ലിന്റെ മലയാളം? കിട്ടി. സംരംഭങ്ങൾ ഇളവുകൾ അനുവദിച്ചു. ഇങ്ങനെയാണെങ്കിൽ ഞാൻ കളിക്കല്ല, ഞാൻ നേരെ ചിറാപുഞ്ചിയിൽ പോയി മണം വിൽക്കാൻ പോകുന്നു. സണ്ണി ലിയോനെ കുറെ കാലങ്ങൾക്ക് ശേഷം സാറുമായിട്ട് ഒന്നിച്ച് വർക്ക് ചെയ്യാന്ന് പറഞ്ഞിട്ട്. സണ്ണി ലിയോനെ കുറെ കാലങ്ങൾക്ക് ശേഷം സാറുമായിട്ട് ഒന്നിച്ച് വർക്ക് ചെയ്യാന്ന് പറഞ്ഞിട്ട്. ഞാനൊന്ന് പറയട്ടെ ബായ്. സോറി സുനിൽ ചേട്ടി, സോറി. വെറുതെ കൊതിപ്പിച്ച് അല്ലേലും ഇവനൊന്നും ആവശ്യത്തിന് ഉപകരിക്കില്ല. ഓസ്ട്രേലിയയുടെ ലോക്കർ ഡൽഹിയിൽ ധനഞ്ജയ സിൽവയുടെ സെഞ്ചുറി മികവിൽ പൊരുതിയാണ്. നമസ്കാരം, OCV ന്യൂസിലേക്ക് സ്വാഗതം. വണക്കം. ഞാൻ ചിത്ര മോഹൻ. നല്ല പേര്. എന്തിന് സ്വന്തം വായിച്ചാൽ മതി. വായിച്ചു നോക്ക് സാറേ, പ്രധാന വാർത്ത എഴുതിയിട്ടില്ലായിരുന്നു. വേണ്ട, ഇളിക്കണ്ട. ഉള്ള പല്ലവിടെ താഴെ പോവും. ഉച്ചക്ക് ഞണ്ണണ്ടേ? KP കുഞ്ഞിക്കണ്ണൻ ടെലിഫോൺ ലൈനിൽ. ശ്രീ KP കുണ്ണൻ, ഒന്നുകൂടെ പറ. ശ്രീ KP കുണ്ണൻ, ശ്രീ KP കുണ്ണൻ, ആരിട്ട് ഇത്ര കൃത്യമായിട്ട് പേര് ഇട്ട ആളൊന്ന് കാണാൻ പറ്റുമോ? ശ്രീ KP കുണ്ണൻ. ഇതിപ്പോ ഒരു നാണക്കേടുണ്ടോ? ഇത് നാട്ടുകാരുടെ മുഖത്ത് ഞാൻ എങ്ങനെ നോക്കാനാ? തുമ്പൂർമൊഴി ഡാമിൽ കുളിക്കാനിറങ്ങിയ വൈദിക വിദ്യാർത്ഥി ഒഴുക്കിൽപ്പെട്ട് തൂങ്ങി മരിച്ചു. നീതി കണ്ടോടെ? കണ്ടു. പിന്നെ എന്തോടെ നോക്കിക്കൊണ്ടിരിക്കുന്നത്? വിളിച്ചോണ്ട് ഇറങ്ങണേ ഇതിനെ. ഈശ്വര, പാവത്തുങ്ങൾക്ക് ഇങ്ങനെ സൗന്ദര്യം തരല്ലേ. കഴുതയ്ക്ക് ചുരിദാറിട്ട പോലെ ഇരിക്കുകയാണ്. എന്നിട്ട് കാവ്യ മാധവനാന്ന വിചാരം. പുറത്തെന്തു പറയുന്നു എന്നതിനേക്കാൾ കോടതിയിൽ എന്ത് പറയും എന്നതിനാണ് പ്രാധാന്യമെന്നും. എന്തിനാ കുനിഞ്ഞത്? നീ വരാൻ വേണ്ടി കുനിഞ്ഞതാ. സാധാരണഗതിയിൽ കാപ്പിപ്പൊടി എന്തിനാ ഉപയോഗിക്കുക? അല്ല, ഞമ്മക്ക് ഒരു പുടിയും കിട്ടണില്ലേ? കഷ്ടം. കാപ്പി ഉണ്ടാക്കാനല്ലേ? ഞാൻ ഉദ്ദേശിച്ച സാധനമല്ല. പുറത്ത് പറയാൻ പറ്റാത്ത തൊടുന്യായങ്ങളാണ് ചീഫ് സെക്രട്ടറി പറയുന്നത്. ആധാർ വിവരങ്ങൾ ശേഖരിക്കും. സ്വമേധയാ സമർപ്പിച്ചത് 900. ചുമ്മാ കാണാവുടാ പറഞ്ഞ സംഭവം അലമ്പാക്കരുത്. പഠിക്കാൻ വിട്ട കാലത്ത് മാങ്ങാണ്ടി കളിച്ചു കിടന്നപ്പോ ആലോചിക്കണമായിരുന്നു. 95,000 പേർ മാത്രം. ആ നേരത്ത് നാവിന്റെ തുമ്പത്ത് സരസ്വം നിന്നുകൊണ്ട് എന്തൊക്കെയോ പറഞ്ഞൊപ്പിച്ച്. എന്നാ പിന്നെ ഞാൻ ഇറങ്ങട്ടെ. എന്നിട്ട് ഒരുപാട് കാര്യങ്ങൾ ചെയ്തു തീർക്കാനുണ്ട്.